ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരു കോമൺ ലോജിക്കിൽ ആലോചിച്ചാൽ മതി. ക്രമക്കേടുള്ള ഭൂമിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, അഭിഭാഷകൻ കൂടി ആയിരിക്കുന്ന നിയമം അറിയുന്ന എനിക്ക് ബോധ്യപ്പെട്ടാൽ, നമ്മൾ ആരെങ്കിലും നമ്മുടെ 2, 3, 4 കോടി മുടക്കി മേടിക്കുകയും 2, 3 കോടി രൂപ അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. കോടിക്കണക്കിന് രൂപ ആരെങ്കിലും അങ്ങനെ റിസ്ക് ഉള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് തന്നെ ഒരു കോമൺ ലോജിക്കല്ലേ? അല്ല, ക്രമക്കേട് ഞാൻ വാങ്ങുന്ന സമയത്ത് ആ ഡോക്യുമെന്റിന്റെ ഡ്യൂ ഡെലിജൻസ് നോക്കിയാൽ ഒരു നിലക്കുള്ള ക്രമക്കേട് അതിന്റെ അകത്ത് വിസിബിൾ ആയിരുന്നില്ല. ഇല്ല, പിന്നെ എനിക്ക് അങ്ങനെ അതിന്റെ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത്. ഇങ്ങനെ ഇതിനൊരു പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതൊരു കയ്യേറ്റ ഭൂമിയാണെന്നോ സർക്കാർ ഭൂമി ഇതിലുണ്ടെന്നോ താങ്കൾക്ക് അറിയില്ല? അല്ല, കയ്യേറ്റ ഇതിപ്പോ അങ്ങനെ പറഞ്ഞിട്ടാണോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും? ഈ ക്രമക്കേടുള്ള ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് താങ്കൾ അത് വാങ്ങി എന്നതാണ്. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു ഊഹം വെച്ച്, ക്രമക്കേടുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ വിരിവുള്ള ഭൂമിയോ അല്ലെങ്കിൽ അധിക ഭൂമി കയ്യിലുള്ളതോ ക്രമക്കേടുള്ള ഭൂമിയായിട്ടുള്ള കണക്കി വരത്തില്ല. അവരുദ്ദേശിക്കുന്നത് ഇതിന് മിച്ചഭൂമി കേസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഞാൻ കേട്ടത്. അതായിരിക്കും 2008 മുതൽ അങ്ങനെ എന്തോ പ്രൊസീഡിങ് ഈ ഭൂമിക്കെതിരെ ഉണ്ടായിരുന്നു, അറിഞ്ഞുവിട്ടു എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതറിയാനുള്ള ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്ന് പറയുന്നത് സർക്കാരിന്റെ റവന്യൂ രേഖകളിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു അഭിഭാഷകനല്ല, ഞാനൊരു പൗരനല്ല, ഞാനൊരു വാങ്ങുന്ന ആളാണെങ്കിലും വിൽക്കുന്ന ആളാണെങ്കിലും ഇത് പരിശോധിക്കാൻ വ്യവസ്ഥാപിതമായ മാർഗം എന്ന് പറയുന്നത് സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിക്കെതിരെ മിച്ചഭൂമി കേസ് നിലനിൽക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ ഞാൻ നിന്നാൽ ദാറ്റ് ഈസ് ട്രൂ. ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ഭൂമി സംബന്ധിച്ച് അങ്ങനെ സർക്കാർ രേഖകൾ അങ്ങനെ ഡ്യൂ ഡെലിജൻസിൽ ഈ ഭൂമിക്ക് ഒരു പ്രോബ്ലം ഉള്ളതായി ഒരു രീതിയിലും കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, എനിക്ക് ഭൂമി തന്നവരെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യവും ധാരണയുള്ളവരാണ്. അവർ ആ നിലയ്ക്കുള്ളൊരു കാര്യം ഒളിച്ചും മറച്ചും വെച്ച് എന്നോടും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ എഫ്ഐആറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് CPM അല്ലെങ്കിൽ CPM സഖാക്കളെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സൈബർ ബുള്ളിയിങ്ങിനോ പ്രേരിപ്പിക്കാൻ വേണ്ടി, അവരെ ആ നിലയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു FIR എന്ന് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തെ നറേറ്റീവാണല്ലോ, മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനും പിണറായി വിജയൻ ശുദ്ധനായ, സംശുദ്ധനായ, പരിശുദ്ധനായ രാഷ്ട്രീയക്കാരനും എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ FIR. ഇതൊക്കെ ജനം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ഇങ്ങനെയൊന്നും എക്കാലവും എല്ലാവരെയും കബളിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നത് പിണറായി വിജയന്റെ വെറും മിഥ്യാധാരണയാണ്. എല്ലാത്തിനും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇതിനെല്ലാം മുകളിൽ ഒരാളുണ്ട്. ദ ഡേ വിൽ കം വെൻ യു ഹാവ് ടു ആൻസർ ഓൾ ദിസ്. അല്ല, ഞാൻ FIR പരിശോധിക്കും തീർച്ചയായിട്ടും. അതിൻ്റെ അകത്ത് നിയമവിരുദ്ധമായ ഒരു ഹറാസ്മെന്റിന് ഇനിയിപ്പോൾ ഏത് ഏജൻസി ആണെങ്കിലും ഞാൻ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളോടും സഹകരിച്ചു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിയമവിധേയമായ ഏത് നടപടികളോടും 100% സഹകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യും. പക്ഷേ നിയമവിരുദ്ധമായ ഒരു ഹറാസ്മെന്റിന് ശ്രമിച്ചാൽ വി വിൽ ചലഞ്ച് ഇറ്റ്, വിൽ ടേക്ക് ഇറ്റ് അപ്പ് ലീഗലി.